ട്രംപിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ചൈന എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ചൈനയ്ക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു ചോദ്യം. ഇത് രണ്ട് ചോദ്യങ്ങളാണല്ലോ അതിലുള്ളത്. ഇതില് ചൈന എന്ത് ചെയ്തു എന്നതിൽ നമുക്ക് തുടങ്ങാം. ചൈനയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിൽ അടിസ്ഥാനപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്, പെർട്ടിക്കുലർലി ഇൻ ഹൈൻസൈറ്റ് നമ്മൾ നോക്കുമ്പോൾ. ഒന്ന്, ചൈനയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റിറ്റാലിയേഷൻ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാലിബ്രേറ്റഡ് ആയിട്ടുള്ള റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രംപ് കൊണ്ടുവന്ന ചുങ്കങ്ങളിലെ മാറ്റങ്ങൾ പോലെ ഒരു മാറ്റമൊന്നും ചൈന കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചില്ല. അല്ലെങ്കിൽ പണ്ട് 2017 ഒക്കെ ചൈന ചെയ്തതുപോലെ ഒരു റിയാക്ഷൻ ചൈനയുടെ ഭാഗത്ത് നമ്മൾ ഇത്തവണ കണ്ടില്ല എന്നുള്ളത് വേണം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണാം. അതില് ചൈന ശ്രമിച്ചത് അങ്ങനെയുള്ള ഒരു റിറ്റാലിയേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാല് നമുക്ക് തന്നെ അത് ദോഷമുണ്ടാകുമെന്ന് അവർക്ക് 2017-18 അനുഭവത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിരുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഇൻട്രസ്റ്റിനെ, കാരണം അത്തരത്തിലുള്ള റിറ്റാലിയേഷൻ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചൈനയുടെ തന്നെ ആഭ്യന്തര വ്യവസായ മേഖലയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില ഷോർട്ട് ടേം ആയിട്ടുള്ളതെങ്കിലും ഡ്രോബാക്സ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന നഷ്ടങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ ചൈനയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിൻസിലും ഗ്ലോബൽ വാല്യൂ ചെയിൻസിലും ഒക്കെ മാറ്റങ്ങൾ വരും. അത് ഇതിനോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ചൈനയിൽ നിന്ന് അവര് അകന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എൻ ഇറിപ്പയറബിൾ ഡാമേജ് എന്നും ചൈനയ്ക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചൈന വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ചെയ്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒന്ന്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് യൂസ് യുവർ ലിവറേജ് വെയർ ഇറ്റ് മാറ്റേഴ്സ്. അതായത് ചൈനയ്ക്ക് ലിവറേജ് ഉള്ള മേഖലകൾ എവിടെയാണ് അവിടെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള ചില സിഗ്നൽസ് വേൾഡ് ഇക്കോണമിക്ക് കൊടുക്കുക എന്നുള്ളതും ചൈന കണ്ടു, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് കൊടുക്കുക. അപ്പോ രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, സോയാബീൻ. അമേരിക്ക അതിന്റെ സോയാബീനിന്റെ വലിയൊരു ഭാഗം വിറ്റിരുന്നത് ചൈനയ്ക്കാണ്. പക്ഷെ ചൈന വളരെ കെയർഫുൾ ആയിട്ട് അത് മാറി ബ്രസീലിൽ നിന്ന് ഏറ്റവും കൂടുതൽ സോയാബീൻ വാങ്ങാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ വന്നപ്പോ അതൊരു സൗത്ത് ട്രേഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സിംബലും കൂടിയായി വന്നപ്പോ അമേരിക്കൻ സോയാബീൻ കർഷകർക്ക് വില കിട്ടാണ്ടായി. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രംപ് ഇന്ത്യയുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നത്. കാരണം ചൈനയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത സോയാബീൻ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ട്രംപ് മോദിയുമായിട്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പോ അങ്ങനെ അമേരിക്കൻ ചുങ്കങ്ങൾ ഉയർത്താതെ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുറിവുകൾ ഏൽപ്പിക്കാൻ ചൈനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആരും ചൈനയെ കുറ്റം പറയില്ല, കാരണം ദിസ് ഇസ് എ പ്യൂർലി ട്രേഡ് ഡെസിഷൻ ബേസ്ഡ് ഓൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ്. അപ്പൊ ചൈന ആരെങ്കിലും മനഃപൂർവ്വം ചുങ്കം ഉയർത്തിക്കൊണ്ട് ദ്രോഹിച്ചു എന്നൊന്നും ആർക്കും വാദിക്കാൻ പറ്റില്ല. ഞാൻ ആർക്ക് കയറ്റുമതി ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്നുള്ള വളരെ സെൽഫ് ഇൻട്രസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് ഏത് കൺട്രിക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയാണ് റെയർ എർത്തിന്റെ കാര്യത്തിലും ചൈനയ്ക്ക് ചെയ്യാൻ സാധിച്ചത്. ചൈന ഇസ് എ പവർ ഹൗസ് ഓഫ് റെയർ എർത്ത് പ്രൊഡക്ഷൻ. അത് എത്രയോ കാലമായിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ആണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് എല്ലാവരുമായിട്ടും ട്രേഡ് സർപ്ലസ് ആണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ആരും കാണാത്തൊരു സംഗതിയുണ്ട്. ചൈനയ്ക്ക് ആരുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദരിദ്രരായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടാണ് ചൈനയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റ്. അതുകൊണ്ട് അങ്ങനെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് വരുന്നത് നോക്കിക്കഴിഞ്ഞാല് ഈ പഴയ കൊളോണിയൽ രൂപങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ ബിസിനസ് ആയിട്ടുള്ള ഒരു എക്കണോമിക് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് നല്ല വില കൊടുത്തുകൊണ്ട് തന്നെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മിനറൽസ് ചൈന വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വലിയൊരു കൂമ്പാരം തന്നെ ചൈനയുടെ പക്കല് ഉണ്ട്. ഇപ്പൊ തന്നെ അടുത്തൊരു 10 വർഷത്തേക്കുള്ള കൂമ്പാരം അവരുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് ചിലരെങ്കിലും പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തിരിച്ച് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളില് റോഡ് നിർമ്മിക്കുക, പാലങ്ങൾ നിർമ്മിക്കുക, പവർ പ്ലാന്റ് നിർമ്മിക്കുക, ഇറിഗേഷൻ ഡാംസ് നിർമ്മിക്കുക, ഇതൊക്കെ ചൈന തിരിച്ചു ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ചൈന വളർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും ചൈന വളർത്തിയെടുത്തിട്ടുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാൻ എത്യോപ്യയിൽ പോയപ്പോ അഡിസ് അബാബയിൽ നിന്ന്
സിറ്റിയുടെ പേര് ഞാൻ മറക്കുകയാണ്. അവിടേക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള റോഡ് എനിക്ക് രണ്ട് വശത്തുനിന്നും കാണാൻ കഴിഞ്ഞു. സുഡാൻ ബോർഡറിൽ കൂടി പോകുമ്പോഴും നല്ല റോഡുകളാണ്. അപ്പൊ ഞാൻ ഇത് ആരാണ് കെട്ടിയതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചൈനീസ് കമ്പനികളാണ് ഇത് ചെയ്തു കൊടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വലിയ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ ചൈനയ്ക്ക് നടത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ ചൈന ഹാസ് എ ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ആഫ്രിക്ക, ബട്ട് ഇറ്റ് ഹാസ് എ ട്രേഡ് സർപ്ലസ് വിത്ത് ഇന്ത്യ, ഇറ്റ് ഹാസ് എ ട്രേഡ് സർപ്ലസ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇറ്റ് ഹാസ് എ ട്രേഡ് സർപ്ലസ് വിത്ത് യൂറോപ്പ് ആൻഡ് സോ ഓൺ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ റെയർ എർത്ത് എന്ന് പറയുന്നത് ചൈനയുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ അതിന്റെ എക്സ്പോർട്ടും ചെറിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഗ്ലോബൽ ഇക്കോണമിക്ക് ചെറിയൊരു ഷോക്ക്, ചെറിയൊരു ലോ വോൾട്ടേജ് ഇലക്ട്രിക് ഷോക്ക് അവര് കൊടുത്തു. അത് ഒരു സിഗ്നൽ ആയിരുന്നു. ഡോണ്ട് മെസ് വിത്ത് അസ് എന്ന ഒരു സിഗ്നൽ ചൈനയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സിഗ്നൽ എന്ന് പറയുന്നത് ചൈന സിറ്റ്സ് ഓൺ ദ വെരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് US ഡോളേഴ്സ്. അതിന് എടുത്ത് ചൈന ലിവറേജ് ആയിട്ട് പ്രയോഗിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ചൈന അത് പ്രയോഗിക്കും എന്ന് അമേരിക്കയ്ക്കും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ വളരെ നന്നായിട്ട് അറിയാം. അതിന്റെ ഡേഞ്ചേഴ്സും അവർക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് ബോണ്ട് മാർക്കറ്റിൽ തകർച്ച ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ the world will not be able to handle it. I mean, Europe will collapse, US will collapse if that actually happens in an extreme sense. അങ്ങനെ വരുമ്പോൾ ഈ ലിവറേജുകളെ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാനും ചൈനയ്ക്ക് സാധിച്ചു. അപ്പൊ ചൈന വാസ് responding very carefully and very intelligently to the shock. Calibrated ആയിട്ടുള്ള retaliation plus use leverage where it matters. ഈ രണ്ട് കാര്യങ്ങൾ ചൈന ചെയ്തത് വഴിയാണ് അവർക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രംപ് വിചാരിച്ചു ഐ വിൽ ഗെറ്റ് എ ഫോൺ കോൾ ഫ്രം ഷീ ജിൻപിങ് saying let's talk, right? ഷീ ജിൻപിങ് അയാളെ വിളിച്ചില്ല. So American negotiators had to go to Chinese trade representatives and request, please talk to us. അങ്ങനെ ഷീ ജിൻപിങ്, yes, officially we can talk, but Xi Jinping and Trump will not meet until there is a very clear agreement between the trade representatives of two countries. ഈ കഴിഞ്ഞ ആഴ്ചയാണല്ലോ ട്രംപ് ഷീ ജിൻപിങ്ങിനെ കണ്ടത്. മൈ ഗുഡ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഷീ ജിൻപിങ്ങിന്റെ മുഖം കണ്ടാൽ അറിയാം he doesn't care. ഇയാൾ കാണിക്കുന്ന ഈ അടുപ്പൊന്നും ഷീ ജിൻപിങ് തിരിച്ചു കാണിക്കുന്നില്ല. അപ്പോ there is a very clear telling Trump who is the boss എന്നുള്ള ഒരു പോസ്ചർ നമുക്ക് കൃത്യമായിട്ട് ഷീ ജിൻപിങ്ങിന്റെ ബോഡി ലാംഗ്വേജിൽ അവിടെ കാണാം. ട്രംപ് കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നു, ഷീ ജിൻപിങ് കെട്ടിപ്പിടിക്കുന്നില്ല. അങ്ങനെയുള്ള ചില ജസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കാണാം. ട്രംപ് would have loved a hug and Modi would have probably given him a hug, but Xi Jinping was not ready to give a hug. അപ്പോ ഇത് ഇങ്ങനെയാണ് ചൈന അമേരിക്കയെ ടൈം ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ചൈനാസ് സ്ട്രെങ്ത്. Now that brings me to your second question. അതായത് how did China end up being a powerhouse like this എന്നുള്ളത്. ഇതൊരു 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെയും 21ാം നൂറ്റാണ്ടിലെയും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ചരിത്രമായിട്ട് എഴുതപ്പെടേണ്ട ഒരു കഥയാണ് ഇതിന് പുറകിലുള്ളത്. 60കളിലൊക്കെ സൗത്ത് കൊറിയ അല്ലെങ്കിൽ തായ്വാൻ എങ്ങനെ മുന്നേറിയോ അതിന് സമാനമായിട്ട്, പക്ഷെ വലിയൊരു സ്കെയിലിൽ, അതിന്റെയൊക്കെ എത്രയോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സ്കെയിലിൽ വളർന്നു വന്നിട്ടുള്ള ഒരു രാജ്യം എന്ന രൂപത്തിൽ ചൈനയുടെ വളർച്ചയെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതില് 90കൾക്ക് മുൻപ് ഇതിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക്, പ്രീ റെക്വിസിറ്റുകളുടെ നിർമ്മാണം, മുന്നൊരുക്കങ്ങളുടെ നിർമ്മാണമൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ലാൻഡ് റിഫോം ഇസ് ഓവർ, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്സ് ഹാവ് ഹാപ്പൻഡ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് സോ ഓൺ. അതെല്ലാം ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഡെങ് സിയോപിങ് 1978 ചൈനീസ് ഇക്കോണമിയെ മെല്ലെ ഓപ്പൺ ചെയ്യുമ്പോൾ പഴയ കളക്റ്റീവ്സിനെ മാറ്റി ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം അഗ്രികൾച്ചറിൽ കൊണ്ടുവരുന്നു. പിന്നെ കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ്സിന്റെ ഒരു ഇന്റർവെൻഷൻ അനുവദിക്കുന്നു. ബട്ട് അതേസമയം property remains public. There is no private property that is allowed. Land remains nationalized. Much of the strategic industries remain nationalized. അവിടെ ഒക്കെ ദേശസാൽക്കരണം നിലനിൽക്കുകയാണ്. പക്ഷെ അതേസമയം മാർക്കറ്റുകൾ അനുവദിക്കുന്നു, പ്രൈസ് സിസ്റ്റം കടന്നു വരുന്നു, ട്രേഡ് അനുവദിക്കുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ 80s and 90s നമുക്ക് ചൈനയിൽ പ്രധാനമായിട്ട് കാണാം. പക്ഷെ പിന്നീട് 90s വരുമ്പോൾ കുറച്ചുകൂടി എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് ചൈന മാറുന്നു. 2000 വർഷത്തില് അവർ WTO അഗ്രിമെന്റ് സൈൻ ചെയ്തു. ദേ ആർ വൺ ഇക്കോണമി വിച്ച് മേക്സ് ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് പോസിബിൾ അണ്ടർ WTO. അവര് വലിയ രൂപത്തിൽ ഈ അമേരിക്കൻ ഓഫ് ഷോറിംഗ് നടക്കുന്നത് ആ സമയത്താണ്. ഈ അതിന്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ കൊയ്യുന്നത് ചൈനയാണ്. അങ്ങനെ
വലിയ രൂപത്തിൽ അമേരിക്കൻ വ്യവസായങ്ങൾ ചൈനയിൽ സ്ഥാപിക്കപ്പെടുന്നു. അതുവഴി ചൈന മെല്ലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ വളരെ കെയർഫുൾ ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ലിബറലൈസേഷൻ നടത്തുകയും അതുവഴി ടെക്നോളജി എവിടെയൊക്കെ ചൈനയിലേക്ക് വരുന്നോ അവിടെ മാത്രമേ ഞങ്ങൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അനുവദിക്കുന്നുള്ളൂ എന്ന നിലപാടെടുക്കുന്നു. അങ്ങനെ ചൈന ഒരു ടെക്നോളജി ഇൻഫ്ലോ ചൈനയിലേക്ക് കാര്യമായിട്ടുണ്ടാകുന്നു. സോ ഇറ്റ്സ് നോട്ട് പ്യൂർലി സ്പെക്കുലേറ്റീവ് ഫോറിൻ institutional investment that comes to India. It's actually technology intensive foreign direct investment that comes to China. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തത ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചൈനയ്ക്ക് ഉണ്ടാവുന്നു. അങ്ങനെ വലിയ രൂപത്തിലുള്ള വളർച്ച അവിടെ ഉണ്ടാവുന്നു. പക്ഷെ ഈ അവസരത്തിലും ചൈന കൂടുതലും കൺസ്യൂമർ ഗുഡ്സിലാണ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകമാകുമ്പോൾ ചൈന ഈ കൺസ്യൂമർ ഗുഡ്സിൽ നിന്ന് മാറിയിട്ട് ഇന്റർമീഡിയറ്റ് പ്രൊഡ്യൂസർ ഗുഡ്സിലേക്ക് മാറുകയാണ്. ബാറ്ററികൾ, അതുപോലെ സ്മോൾ മെഷീൻസ്, ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാറുന്നു. അറ്റ് ദിസ് പോയിന്റ് ദേ ഹാവ് എ വെരി ഡിഫറെന്റ് ഇൻഡസ്ട്രിയൽ പോളിസി. ഈ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ R&Dക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ കാര്യമായിട്ടുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. വലിയ ഹയർ എഡ്യൂക്കേഷന്റെ വലിയൊരു വളർച്ച അവിടെ ഉണ്ടാവുന്നു. നിങ്ങൾക്ക് അത്ഭുതമുണ്ടാകും, 2000 വർഷത്തില് ചൈനയുടെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ വാസ് ഓൺലി 7 to 10%. ഇറ്റ് വാസ് ആക്ച്വലി ലോവർ ദാൻ ഇന്ത്യ. ഇന്ത്യക്ക് ഏകദേശം 17-20 ഉണ്ട് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ചൈനയ്ക്ക് 7-10% മാത്രമേ ആ സമയത്തുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് ഒരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ചൈനയുടെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഈസ് ക്ലോസ് ടു 60 to 70%. സോ വലിയ രൂപത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ വളർച്ച, ഹയർ എഡ്യൂക്കേഷന്റെ വളർച്ച, ഈ ഹയർ എഡ്യൂക്കേഷനും ഇൻഡസ്ട്രിയും തമ്മിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള അസോസിയേഷൻ, ഇന്റഗ്രേഷൻ, ഇതെല്ലാം ചൈനയ്ക്ക് സാധിച്ചതിന്റെ ഭാഗമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ അവർ മുമ്പോട്ട് പോകുന്നു. പുതിയ ഇന്നോവേഷൻസിൽ അവർ മുമ്പോട്ട് വരുന്നു. പുതിയ സ്റ്റാർട്ടപ്പുകൾ ചൈനയിൽ തന്നെ വരുന്നു. അങ്ങനെ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് പഴയ കൺസ്യൂമർ ഗുഡ്സ് ഫോക്കസിൽ നിന്ന് മാറി പുതിയ ഇന്റർമീഡിയറ്റ് പ്രൊഡ്യൂസർ ഗുഡ്സിലേക്ക് അവർ വരുന്നു. ഈ ഇന്റർമീഡിയറ്റ് പ്രൊഡ്യൂസർ ഗുഡ്സിൽ നിന്ന് ഇന്ന് അവർ എത്തി നിൽക്കുന്നത് അമേരിക്കയുടെ ChatGPT വെല്ലുന്ന, അതിന്റെ എത്രയോ കുറവ് കോസ്റ്റിൽ ഡെവലപ്പ് ചെയ്ത ഡീപ് സീക്കിന്റെ ഡെവലപ്മെന്റിൽ എത്തി നിൽക്കുന്നു ചൈനയുടെ ഈ പ്രയാണം എന്ന് പറയുന്നത്. സോ ചൈന ഇതിനിടയ്ക്ക് ചൈനയുടെ വേജസ് ഉയർന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചൈന ഈസ് നോ മോർ എ ലോ വേജ് ഇക്കോണമി. അപ്പോ അങ്ങനെയുള്ള ചില ലോ വേജ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ചൈന ഒഴിവാക്കി. അതിന്റെ ഗുണഭോക്താക്കളാണ് ബംഗ്ലാദേശ്. ടെക്സ്റ്റൈൽസിൽ നിന്ന് ചൈന പുറത്തേക്ക് വന്നപ്പോൾ അത് ബംഗ്ലാദേശ് ഏറ്റെടുത്തു. അതുപോലെ മറ്റു ചില മേഖലകളിൽ നിന്ന് മാറിയപ്പോൾ വിയറ്റ്നാം അത് ഏറ്റെടുത്തു. ഇവിടെ ഒന്നും ഇന്ത്യക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കളായിട്ടുള്ളത് നമ്മളിപ്പോഴാണ് പറയുന്നത് there is space for a China +1 എന്ന് പറയുന്നു. But there is no China +1. China +2 already ആയി കഴിഞ്ഞു. The question is whether there is a China +3 possible, because Vietnam and Bangladesh have taken over most of this sectors from which China withdrew. അങ്ങനെ വന്നപ്പോ അപ്പൊ പറഞ്ഞു വന്നത് ചൈനയുടെ കാര്യമാണ്. അപ്പൊ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ പവർ ആയിട്ട് വളരാനായിട്ട് ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക് കയറിപ്പോകാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. ഇന്ത്യയെ പോലെ IT സർവീസസിലൊന്നും അവർക്ക് അത്ര വലിയൊരു ഫുട് പ്രിന്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് അതിൽ അത്യാവശ്യം സങ്കടമുണ്ട്. നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തില് ചില ചൈനീസ് ഇക്കോണമിസ്റ്റിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയും, നിങ്ങൾക്കത് പറ്റി, ഞങ്ങൾക്കത് പറ്റിയില്ല എന്ന് അവർ തമാശക്കെങ്കിലും പറയും. അപ്പം പക്ഷെ അവർക്ക് മാനുഫാക്ചറിങ് രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വികാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺപ്രീസിഡന്റഡ്. സമാനതകളില്ലാത്ത ഒരു വളർച്ച അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു മാർക്കറ്റ് ബേസ്ഡ് ഇക്കോണമിയുടെ വളർച്ചയിൽ കൂടി അല്ല. I think it is still based on public investment in a big way. It is based on public regulation in a big way. It is also fundamentally based, above all, on the absence of private property in a range of means of production, including particularly land. Exactly. ചൈനയുടെ കാര്യത്തിൽ വേറൊരു കാര്യം പറയുന്നത് ഈ മേയർ എക്കണോമി എന്നുള്ള കാര്യമാണ്. അതായത് മേയർ അവിടുത്തെ സിറ്റീസ് ഒക്കെ വളരെ എന്റർപ്രൈസിങ് ആണ്. കാരണം ഈ സാറ് നേരത്തെ പറഞ്ഞ സിറ്റീസ് ഒക്കെ ഒരുപാട് ലാൻഡ് ഓൺ ചെയ്യുന്നുണ്ട്. അവർക്ക് കൊളാറ്ററൽ യൂസ് ചെയ്ത് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ.
ഓക്കെ, നമുക്ക് അടുത്ത അതിലും ഒരു അതിൽ പക്ഷേ സിറ്റീസിൽ അത്തരത്തിലുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോഴും അത് അവരുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് പോളിസി. വേണം അതിനെയും കാണാൻ. കാരണം പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ചൈനയിൽ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അവരുടെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ചില മേഖലകളെ ചില പ്രോഡക്ട്സിന്റെ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് അവർ തന്നെ കണ്ടത്. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഷെൻസൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ക്ലസ്റ്ററാണ്. ടെക്സ്റ്റൈൽസിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ഗുവാങ്ഡോങ് ടെക്സ്റ്റൈൽസിന്റെ ഒരു പ്രധാനപ്പെട്ട ക്ലസ്റ്ററാണ്. വൈറ്റ് ഗുഡ്സിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നു ഷീജിയാങ് എന്ന് പറയുന്നത് വൈറ്റ് ഗുഡ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ക്ലസ്റ്ററാണ്. ഇതൊക്കെ അവിടുത്തെ സിറ്റികളുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. മേയേഴ്സിന്റെ പവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അഖിലേന്ത്യാ തലത്തിലുള്ള എന്താ പറയാ ഒരു നാഷണൽ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ആംബിറ്റിൽ വന്നതാണ് ഇതെല്ലാം എന്നുകൂടി നമ്മൾ കാണണം. നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയം തന്നെ, ഇപ്പൊ ഈ ട്രേഡ് താരിഫിന്റെ വിഷയം തന്നെ, ഇന്ത്യ ഈസ് ഓൾസോ ഫേസിങ് ദ സെയിം ചാലഞ്ചസ്, റൈറ്റ്? ഐ മീൻ ഈ ട്രേഡ് ത്രെറ്റുകൾ, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ എന്താണ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, US അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി. അപ്പോ ഒരു പിന്നെ ഈ H1B വിസയുടെ കാര്യത്തിൽ എന്താണ് ആപ്ലിക്കേഷൻ കോസ്റ്റ് 100,000 ആക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് യു ആർ ക്യാൻസലിംഗ് ദാറ്റ് വിസ. ഒരു പുതിയ വിസ, ഐ മീൻ ഒരു കമ്പനിയും ഒരാളെ ഒരു എംപ്ലോയിയെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് 80 lakhs rupees ചെലവാക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അപ്പോ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ചില ജേർണലിസ്റ്റുകളൊക്കെ വാദിക്കുന്നത് പോലെ ഇന്ത്യ ഓൾറെഡി ഈ പറഞ്ഞ ഭീഷണിക്ക് കീഴടങ്ങിയോ, ഈ പറഞ്ഞ ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ടോ? രണ്ടാമത് ഈ H1B എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇൻഡസ്ട്രിയാണ് IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഐ മീൻ GDP കോൺട്രിബ്യൂഷൻ തന്നെ വലിയൊരു പെർസെന്റേജ് കോൺട്രിബ്യൂഷൻ IT സർവീസസ് ഇൻഡസ്ട്രി. ഇപ്പൊ ഈ IT സർവീസസ് ഇൻഡസ്ട്രി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അവരുടെ ഒരു ബിസിനസ് മോഡൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ലേബർ ആർബിട്രാജുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒന്ന് കറൻസി ആർബിട്രാജ്, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എന്താണ് റവന്യൂ ഇസ് ഇൻ ഡോളേഴ്സ് ആൻഡ് ദെൻ യുവർ കോസ്റ്റ് ഇസ് ഇൻ റുപ്പീസ് എന്നുള്ള കറൻസി ആർബിട്രാജ്. പിന്നെ അതിന്റെ കൂടെ തന്നെയുള്ള ഇന്ത്യയുടെ അഡീഷണൽ ആയിട്ടുള്ള ചീപ്പ് ലേബർ എന്നുള്ളതിന്റെ ഗുണം കൂടി, പിന്നെ ആ ഒരു സ്കെയിലും യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ ഡിവിഡൻഡ് എന്ന് പറയാവുന്ന ഒരു സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ടുള്ള സർവീസസ്. അപ്പൊ ഈ ഒരു ബിസിനസ് മോഡലിന് തന്നെ വലിയൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ H1B വിസയുടെ, അല്ലെങ്കിൽ H1B വിസയുടെ പോളിസി മാത്രമല്ല, മറ്റ് ചില സ്റ്റേറ്റുകൾ എന്താണ് 25% ടാക്സ് ഓൺ ഔട്ട്സോഴ്സിങ് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ IT സർവീസസ് നേരിടുന്ന ഒരു ഭീഷണി, ഇന്ത്യയുടെ മൊത്തം എക്കണോമി എന്ത് തരത്തിലുള്ള ഭീഷണിയാണ് ഇത് നേരിടുന്നത്? ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം? എങ്ങനെയാണ് ഇന്ത്യ ഇതിനെ നേരിടേണ്ടത് എന്ന് കൂടി പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ് രഞ്ജിത്ത് പറഞ്ഞത്. ഒന്ന്, ട്രംപ് ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യയുമായിട്ട് ബാർഗെയിൻ ചെയ്യാനോ ശ്രമിക്കുന്നു എന്നുള്ള വിഷയം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ട്രംപ് ഉപയോഗിക്കുന്നത് റഷ്യൻ ഓയിലിന്റെ ഒരു പ്രശ്നമാണ്. അവിടെ ട്രംപിന് ഒരു സ്ഥിരതയില്ലാത്ത ഒരു നിലപാടാണ് അവിടെ ഉള്ളത്. ട്രംപിന്റെ ആദ്യത്തെ നിലപാട് യുക്രൈനെതിരായിട്ടുള്ള നിലപാടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പരസ്യമായിട്ട് തന്നെ യുക്രൈൻ പ്രസിഡന്റിനെ ശാസിക്കുന്ന ഒരു ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം പുടിനെ വളരെ എളുപ്പത്തിൽ പാട്ടിലാക്കാം എന്ന് ട്രംപിന് തോന്നിയെങ്കിലും പുടിൻ നിന്നു കൊടുത്തില്ല. അതിന്റെ ഭാഗമായിട്ട് പുടിനെ അത്യാവശ്യം ശകാരിക്കാൻ ട്രംപ് തുടങ്ങി പബ്ലിക്കായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കെതിരെ ഇത് ഉന്നയിക്കാമോ എന്ന ഒരു പരിശോധന ട്രംപ് നടത്തുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയില് വാങ്ങി റിഫൈൻ ചെയ്ത് ലോക വിപണിയിൽ വിൽക്കണം എന്നുള്ളത് ഇന്ത്യയുടെ തീരുമാനമായിരുന്നില്ല. അത് യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്ക തന്നെയും ഇന്ത്യയോട് വളരെ രഹസ്യമായിട്ട് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ചെയ്തതാണ്. പിന്നെ ഇന്ത്യയുടെ ചില കുത്തകകൾക്ക് അതുകൊണ്ട് ലാഭം കിട്ടുന്നു എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതിയായിട്ട് കണ്ട് ഇന്ത്യ തന്നെ ഒരു സെൽഫ് ഇനിഷ്യേറ്റീവും ഇന്ത്യയുടെ അതിലുണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ
ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങി റിഫൈൻ ചെയ്ത് ലോകത്തിന് വിറ്റില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2 വിന്റർ സീസൺസ് എന്താ തണുപ്പ് കൊണ്ട് എത്രയോ യൂറോപ്യൻകാരും അല്ലെങ്കിൽ അമേരിക്കക്കാരും മരിച്ചു പോയത്. കാരണം ആ ഓയിൽ അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അവർക്ക് ആ വിന്റർ തന്നെ എത്രയോ കഴിഞ്ഞ 2 വിന്ററുകൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത് ഈ ഓയിലിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നുകൊണ്ടാണ്. പക്ഷെ ഇപ്പോ അത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഭൗമരാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ ട്രംപ് ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ് എന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ താല്പര്യമായിരുന്നു ഇന്ത്യ വാങ്ങുന്നത് എന്നുള്ളത്. അവർക്ക് വാങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്ത്യയെ നടുക്ക് നിർത്തി വാങ്ങിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധനയാണ് അവര് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ഇന്ത്യ ഇപ്പോ ഞങ്ങൾ ഇനി റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോഴും റഷ്യൻ ഓയിൽ പണ്ട് റഷ്യൻ ഓയിൽ വാങ്ങുമ്പോൾ കിട്ടിയിരുന്ന ഒരു പ്രൈസ് കട്ട് ഇപ്പോൾ റഷ്യൻ ഓയിലിൽ നിന്ന് ലഭ്യമല്ല. അതുകൊണ്ട് ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്തി നോക്കിയാൽ തന്നെ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് കൊണ്ട് വലിയ ലാഭമില്ല എന്ന് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ തന്നെ മോദിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അതിൽ വലിയ കടുപിടുത്തം പിടിക്കാൻ മോദിക്ക് താല്പര്യമില്ല. വാങ്ങുന്നെങ്കിൽ വാങ്ങണ്ട എന്നുള്ള ഒരു രൂപത്തിലേക്ക്. പുടിനും ആ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല, കാരണം ഇന്ത്യ വാങ്ങിയില്ലെങ്കിലും വാങ്ങാൻ മറ്റാൾക്കാരെ പുടിൻ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുടിന്റെ ഓയിലിന് വാങ്ങാൻ ആളെ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് ചിലപ്പോൾ മോദി സമ്മതിക്കാനും മതി ഞങ്ങൾ ഇനി വാങ്ങില്ല എന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ദോഷം ചെയ്യുന്ന മറ്റ് 2 വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് രഞ്ജിത്ത് ഇപ്പൊ പറഞ്ഞത് H1B വിസ. ഈ H1B വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം 3 ലക്ഷം ഇന്ത്യക്കാരെങ്കിലും അമേരിക്കയിൽ ഈ H1B വിസ വാങ്ങി പണി ചെയ്യുന്നവരുണ്ട് എന്നാണ് ഒരു കണക്ക് നമ്മളോട് പറയുന്നത്. ഒരു വർഷം ഏകദേശം 60,000 വിസ ഇത്തരത്തിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 3 വർഷത്തേക്കാണ് ഈ വിസ ഇഷ്യൂ ചെയ്യുന്നത്. ഈ 60,000 അല്ലാതെ ഒരു 20,000 വിസ കൂടി അഡീഷണൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ ഒരു 60,000 to 80,000 വിസാസ് ആണ് ഒരു വർഷം H1B ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒരു 70% ഇന്ത്യക്കാരാണ് ആ വിസയുടെ ഗുണഭോക്താക്കള്. അങ്ങനെ വരുമ്പോൾ ഒരു 3 ഇയർ സൈക്കിള് നമ്മൾ നെറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഒരു 3 ലക്ഷം ഇന്ത്യക്കാര് H1B വിസ ഉപയോഗിച്ചുകൊണ്ട് US പണിയെടുക്കുന്നു എന്നുള്ളതാണ് ഒരു കണക്ക് നമ്മളോട് പറയുന്നത്. ഇപ്പൊ അതിന് ട്രംപ് ചുമത്തിയിട്ടുള്ള ചുങ്കം എന്ന് പറയുന്നത് അതൊരു ചുങ്കമാണ് കേട്ടോ. കാരണം ലേബറിന്മേലുള്ള ഒരു ചുങ്കമായിട്ട് അതിനെ കാണാം. വേണമെങ്കിൽ ചരക്കുകളിന്മേൽ ചുങ്കം ഉള്ളതുപോലെ ലേബറിന്മേലുള്ള ഒരു ചുങ്കമായിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് പറയാം. അത് ഏകദേശം 1 ലക്ഷം രൂപ 88,000 മുതൽ 1 ലക്ഷം 88 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ആണ് ഇതിനുള്ള വൺ ടൈം ഫീസ് ആയിട്ട് ഇപ്പോ ചാർജ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇത് ഒരു വർഷത്തെ ഇന്ത്യൻ തൊഴിലാളി US പോയി പണിയെടുക്കുമ്പോൾ ഒരു വർഷം കിട്ടുന്ന ഒരു മീഡിയൻ സാലറിയാണ് ഇത്രയും എന്നാണ് പല കണക്കുകൾ പറയുന്നത്. അപ്പോൾ 3 വർഷം പണിയെടുക്കാനായിട്ട് 1 വർഷത്തെ സാലറി നമ്മള് US കൊടുക്കണം എന്ന ഒരു ചുങ്കമാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ 3 വർഷം പണിയെടുത്തു കഴിഞ്ഞാൽ 2 വർഷത്തെ സാലറി എഫക്റ്റീവായിട്ട് കിട്ടുകയുള്ളൂ എന്നൊരു സ്ഥിതിയാണ്. അപ്പൊ ഇത് ഇക്കണോമിക് കാൽക്കുലേഷൻസിനെ വലിയ രൂപത്തിൽ മാറ്റും. ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ കമ്പനീസ് ഒന്നുകൂടി പുനരാലോചന നടത്തും. അതിന്റെ ഭാഗമായിട്ട് പക്ഷെ ഇത്തരത്തിലുള്ള മാൻ പവർ അമേരിക്കയിൽ ഉണ്ടോ എന്നുള്ള വേറൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ അമേരിക്കയിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ട്രംപ് ഇതിനെ ഒരു ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് സ്പോട്ടിൽ കയറി പിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ഇൻ പർട്ടിക്കുലർ, അവർക്ക് വളരെ താല്പര്യമുള്ള ഒരു മേഖലയാണിത്. അതിലൊരു ദോഷം വരാൻ ഇന്ത്യ അനുവദിക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ സമ്മതിച്ചേക്കും മറ്റു കാര്യങ്ങളിൽ എന്ന ഒരു അനുമാനം ഇതിന് പുറകിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറെ വിരോധാഭാസങ്ങളുണ്ട്. കാരണം അമേരിക്ക തന്നെ കുടിയേറ്റക്കാരുടെ ഒരു നാടാണ്. കുടിയേറ്റ വിസ ഇല്ലെങ്കിൽ അമേരിക്ക തന്നെ ഉണ്ടാവുമായിരുന്നില്ല. അതുപോലെ തന്നെ കുടിയേറ്റ തൊഴിലാളികള് ഇല്ലായിരുന്നുവെങ്കിൽ
ഫോർ എക്സാമ്പിൾ അയർലൻഡിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കുടിയേറ്റ തൊഴിലാളികൾ ഇല്ലായിരുന്നെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽ ഉണ്ടാവുമായിരുന്നു? ഇല്ല. കാരണം അവരെ കൊണ്ടുവന്നാണ് അത് നിർമ്മിച്ചത്. അതിന് H1B ഒന്നും ഉണ്ടായിരുന്നില്ല, സ്കില്ലില്ലാത്ത തൊഴിലാളികളായിരുന്നു. അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ബ്രിട്ടനിൽ നിന്നും മറ്റിടത്തും വന്ന കുടിയേറ്റക്കാരല്ലേ മിഡ് വെസ്റ്റ് മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് കുടിയേറി വന്നിട്ടുള്ളത്. അതിനുശേഷം തിരിച്ചിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റീസ് ന്യൂയോർക്ക്, ഷിക്കാഗോ, ഏത് സിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ സിറ്റികളൊക്കെ നിർമ്മിച്ചതാരാ? കുടിയേറ്റ തൊഴിലാളികളാണ്. അപ്പോ കുടിയേറ്റം എന്ന് പറയുന്നത് അമേരിക്കൻ സമ്പദ്ഘടനയുടെ ഒരു കൂടപ്പുറപ്പാണ്. അമേരിക്കൻ സമ്പദ്ഘടന കുടിയേറ്റമില്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രം തന്നെ ഇല്ല എന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ അതൊരു വിരോധാഭാസമാണ്. മാത്രമല്ല എലോൺ മസ്ക് തന്നെ H1B വിസയില് വന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സത്യ നടല്ല, അതുപോലെ തന്നെ ഗൂഗിളിന്റെ സെർജി ബിൻ, ഇവരെല്ലാവരും H1B വിസയിൽ വന്ന് അവിടെ സെറ്റിലായി പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ അതിന് വിരോധാഭാസം ഉണ്ടെന്ന് ട്രംപിനും അറിയാം. ബട്ട് ഹീസ് കാച്ചിങ് ഓൺ എ സോഫ്റ്റ് സ്പോട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. പക്ഷേ രഞ്ജിത്ത് ചോദിക്കാത്തൊരു ചോദ്യം കൂടി ഉണ്ട് ഇതിന്റെ അകത്ത്. ഛബഹാർ പോർട്ട്, ഇറാനിലെ ഛബഹാർ പോർട്ട് സാങ്ഷനിൽ വരുന്ന ഒരു പോർട്ടാണ്. പക്ഷേ 2018 ട്രംപ് തന്നെ ഇന്ത്യക്ക് ഒരു ഇളവ് ആ ഛബഹാർ പോർട്ട് ഉപയോഗിക്കുന്നതിൽ നൽകിയിരുന്നു. ഇന്ത്യ ഈ ഛബഹാർ പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്, കാരണം ഇന്ത്യക്ക് പാകിസ്ഥാൻ റൂട്ട്സ് ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കറാച്ചിക്ക് അടുത്തുള്ള ഗ്വാദാർ പോർട്ട് ഉണ്ട്, വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല ഇന്ത്യക്ക്, പാകിസ്ഥാൻ അനുവദിച്ചിട്ടില്ല. അപ്പൊ ഇന്ത്യ ഈ മധ്യേഷ്യയിലേക്കും അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്പിലേക്കുമൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പോർട്ടായിരുന്നു ഛബഹാർ പോർട്ട്. പക്ഷെ ഈ ഛബഹാർ പോർട്ട് ഇളവ് നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ ട്രംപ് ആ ഇളവ് എടുത്ത് കളയും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതും ട്രംപ് ഒരു ബാർഗനിങ് ടൂളായിട്ട് യൂസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ത്യക്ക് മധ്യേഷ്യ, അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്പ്, അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റൂട്ട് നഷ്ടമാക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കാണണം. അപ്പൊ H1B വിസ, റഷ്യൻ ഓയിൽ, റെസിപ്രോക്കൽ താരിഫ്, ഒപ്പം ഛബഹാർ പോർട്ടിന്റെ മേളിലുള്ള സാങ്ഷൻ പുനഃസ്ഥാപിക്കുന്നത്. ഹീസ് ട്രൈങ് മെനി തിങ്സ് അറ്റ് ദ സെയിം ടൈം. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇന്ത്യ വിൽ ബെൻഡ്, മോദി വിൽ ബെൻഡ് എന്നുള്ള ഒരു അസംഷന്റെ ബേസിസിൽ, അനുമാനത്തിന്റെ ബേസിസിൽ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, സോയാബീൻ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോദി ഗവൺമെന്റ് സമ്മതിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഇനി നമുക്കറിയില്ല, പക്ഷെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. രണ്ടാമത്തേത്, അമേരിക്കയുടെ ടെക് കമ്പനികൾക്ക് ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ വൾണറബിലിറ്റീസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അവരുടെ സോഴ്സ് കോഡിന്റെ ഒരു ഭാഗം ഇന്ത്യ ഗവൺമെന്റിന് കൈമാറി ഒരു സർട്ടിഫിക്കറ്റ് അവര് എടുക്കണം എന്ന ഒരു നിയമം നിലവിലുണ്ട്. ആ സോഴ്സ് കോഡ് പലപ്പോഴും ഈ കമ്പനികൾ കൊടുക്കാറില്ല, കാരണം ഇറ്റ് ഇസ് കവേർഡ് ബൈ പേറ്റന്റ്സ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് ഈ സോഴ്സ് കോഡ് കൊടുക്കാറ്. സോ ദാറ്റ്സ് എ കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ടെൻഷൻ വെൻ ടെക് കമ്പനീസ് കം ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. അവർ സോഴ്സ് കോഡ് കൈമാറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തില്. അപ്പൊ ഇനി സോഴ്സ് കോഡ് കൈമാറണ്ട എന്ന ഒരു ഉറപ്പ് മോദി ഗവൺമെന്റ് US നെഗോഷിയേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് എന്നും ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോ ഈ രണ്ട് ഒത്തുതീർപ്പിന് മോദി തയ്യാറായിട്ടുണ്ട്. പക്ഷെ ട്രംപിന് ഇനിയും കൂടുതൽ ഒത്തുതീർപ്പുകൾ വേണം എന്നാണ് പറയുന്നത്. ട്രംപ് ഇസ് പർട്ടിക്കുലർലി ലുക്കിംഗ് അറ്റ് ഡെയറി പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ട് ലിബറലൈസേഷൻ ട്രംപ് എയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഡിഫൻസ് എക്യുപ്മെന്റ് വാങ്ങുന്ന കാര്യത്തിലും ചില കാര്യങ്ങൾ ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ്, അമേരിക്കൻ ഡിഫൻസ് എക്യുപ്മെന്റ് ഏകദേശം $45 ബില്യൺ മറ്റോ ഒരു വർത്തായിട്ടുള്ള ഒരു ഡീല് ഇന്ത്യയുമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് പകുതിയാക്കാം എന്ന് അമേരിക്കൻ നെഗോഷിയേറ്റേഴ്സ് കണക്ക് കൂട്ടുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്, ബട്ട് അങ്ങനെയും ഒരു ചർച്ച കേൾക്കുന്നുണ്ട്. സോ ഇതിലൊക്കെ മോദി സമ്മതിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബട്ട് മോദിക്ക് നോവുന്ന പല മേഖലകളിലും ട്രംപ് കയറി കൈവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. H1B, ഛബഹാർ, അതൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് വരുന്ന വിഷയങ്ങളാണ്. എങ്ങനെ ഈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട്
മോദിക്ക് കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യം.